സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ബീഹാറിൽ ഉടലെടുത്ത വിവാദം അർഹതപ്പെട്ട ലക്ഷക്കണക്കിന് വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നതായിരുന്നു. കേരളത്തിൽ SIR ആരംഭിക്കാൻ വിജ്ഞാപനം ഇറങ്ങിയപ്പോഴും തുടക്കം മുതൽ കേരളത്തിൽ ഉയരുന്ന ആശങ്ക പട്ടികയിൽ നിന്ന് അർഹരായവർ പുറത്താകുമോ എന്നതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ പലപ്പോഴായി നിവാരണം ചെയ്യപ്പെടുകയും ചെയ്തു. ഇപ്പോഴിതാ SIRന്റെ ആദ്യപടിയായ എന്യൂമറേഷൻ വിവരശേഖരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലും ചില വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ്. SIRന്റെ ഭാഗമായ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കലും ഡിജിറ്റൈസേഷനും ഏറെക്കുറെ പൂർത്തിയായതോടെ 25 ലക്ഷത്തിലധികം വോട്ടർമാർ കേരളത്തിലെ പട്ടികയിൽ നിന്ന് പുറത്താണ്. മരിച്ചവർ, സ്ഥിരമായി താമസം മാറിയവർ, മറ്റു സ്ഥലത്ത് പേര് ചേർത്തവർ, മറ്റു കാരണങ്ങളാൽ ഉൾപ്പെടാത്തവർ എന്നിവരാണ് പട്ടികയ്ക്ക് പുറത്താകുന്നത്. പുതുക്കി നൽകിയ തീയതി പ്രകാരം SIR എന്യൂമറേഷൻ നടപടികൾ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ മാസം 18-ന് എന്യൂമറേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 23-ന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. 2025 ഒക്ടോബറിലെ കരട് പട്ടിക അടിസ്ഥാനമാക്കിയാണ് SIR നടപ്പിലാക്കിയത്. ഈ പട്ടിക അടിസ്ഥാനമാക്കിയാണ് 25 ലക്ഷത്തിലധികം ആളുകൾ പുറത്താകുന്നത്. എന്യൂമറേഷൻ ഫോമുകളുടെ 99.96% തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തിയ ഫോമുകളിൽ 99.77% ഡിജിറ്റൈസേഷനും പൂർത്തിയാക്കി. 2,78,59,855 വോട്ടർമാരാണ് ഒക്ടോബറിലെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതുവരെയുള്ള ഡിജിറ്റൈസേഷൻ നടപടികളുടെ റിപ്പോർട്ട് പ്രകാരമാണ് പുറത്തായവരുടെ എണ്ണം ലഭിച്ചത്. പുറത്താകുന്ന ആൾക്കാരുടെ കണക്കിൽ ആശങ്കയിലാണ് രാഷ്ട്രീയ പാർട്ടികളും. CPM-ഉം കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ അതിശക്തമായ എതിർപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. ഡിസംബർ 15 വരെയുള്ള കണക്കുകൾ പ്രകാരം 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നവരുടെ കണക്കുകൾ തരംതിരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. പട്ടികയിലുണ്ടായിരുന്ന 6,44,547 പേർ മരിച്ചവരായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 7,11,958 വോട്ടർമാരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 8,19,346 പേർ ആദ്യത്തെ പട്ടികയിലെ മേൽവിലാസത്തിൽ നിന്ന് പുതിയ മേൽവിലാസത്തിലേക്ക് സ്ഥിരമായി താമസം മാറിയവരാണ്. 1,31,530 പേർ ഒന്നിൽ കൂടുതൽ തവണ പട്ടികയിൽ ഉൾപ്പെട്ടവരും. മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ 1,93,631 വോട്ടർമാരും പട്ടികയിൽ ഇടം പിടിക്കാതെ പോകും. ഇങ്ങനെയാണ് കരട് പട്ടികയിൽ നിന്ന് 25,112 വോട്ടർമാരെ ഒഴിവാക്കുന്നത്. എന്നാൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം തർക്കമുള്ളവർക്ക് രേഖകൾ ഹാജരാക്കാനും വോട്ട് ഉൾപ്പെടുത്താനുമുള്ള അവസരം നൽകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അറിയിച്ചിട്ടുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 4,36,857 വോട്ടർമാർ കരട് പട്ടികയിൽ ഇടം പിടിക്കാതെ പോകുമെന്നാണ് കണക്ക്. കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ കരട് പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ എറണാകുളം ജില്ലയാണ് ഒഴിവാക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ മുന്നിൽ. 3,34,962 പേർ ഇവിടെ പുറത്താക്കപ്പെടും. 2,56,842 പേർ തൃശ്ശൂരിലും, 2,70,000 പേർ പാലക്കാടും, 1,94,588 പേർ കോഴിക്കോടും ഒഴിവാക്കപ്പെടും. 37,422 വോട്ടർമാർ മാത്രം പുറത്താകുന്ന വയനാടാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കുറവ്. മറ്റു ജില്ലകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവരുടെ കണക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. കാസർഗോഡ് 63,114, കൊല്ലം 1,68,018, മലപ്പുറം 1,79,673, ഇടുക്കി 1,28,333, പത്തനംതിട്ട 1,948, ആലപ്പുഴ 1,44,243, കോട്ടയം 1,66,10, കണ്ണൂർ 89,932. ഇത്തരത്തിൽ ഒഴിവാക്കപ്പെടുന്നവരുടെ ഒന്നും പേര് കരട് പട്ടികയിൽ ഉണ്ടാകില്ല. ഈ 25,112 പേരുകൾ അനുബന്ധ പട്ടികയായി പ്രസിദ്ധീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഈ പട്ടികയിൽ തർക്കമുള്ളവർ ഉണ്ടെങ്കിൽ അവർ രേഖകൾ ഹാജരാക്കി പുതുതായി വോട്ട് ചേർക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ശക്തമായ എതിർപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരും ഇരട്ട വോട്ടും ഒഴിവാക്കിയാൽ ഏതാണ്ട് 18 ലക്ഷത്തോളം പേരെ വെട്ടിനിരത്തുന്നതാണ് SIR എന്ന് CPM നേതാവ് MV ജയരാജൻ കുറ്റപ്പെടുത്തുന്നു. എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകാൻ വിസമ്മതിച്ചവർ ഉണ്ടെന്ന വാദം അംഗീകരിക്കാനാകില്ല എന്നാണ് CPM നിലപാട്. അതേസമയം
ഒഴിവാക്കിയവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തി വേണം കരട് പട്ടിക പ്രസിദ്ധീകരിക്കാനെന്ന് കോൺഗ്രസ് നേതാവ് MK റഹ്മാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാനമായ ഒരു അഭിപ്രായമാണ് ലീഗ് നേതാവും പ്രകടിപ്പിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാതാക്കപ്പെടുന്ന 10% ആളുകളുടെ പട്ടിക പ്രത്യേകം പ്രസിദ്ധപ്പെടുത്തി അപേക്ഷ സ്വീകരിച്ച് ഇവരെ ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ലീഗ് നേതാവ് മുഹമ്മദ് ഷാ പറയുന്നത്. അതേസമയം യോഗ്യതയില്ലാത്തവരെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് SIR നടപ്പാക്കുന്നത് എന്നും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കരുത് എന്നുമാണ് BJPയുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിലും CPM-ഉം ലീഗും അടക്കമുള്ളവർക്ക് സംശയമുണ്ട്. പ്രധാനമായും തിരികെ എത്താത്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം സംബന്ധിച്ചും മരിച്ചവരെന്ന് പറഞ്ഞ് പുറത്തുവിട്ട കണക്കിലും പാർട്ടികൾക്ക് സംശയമുണ്ട്. മുൻപ് തിരിച്ചെത്താത്ത ഫോമുകൾ 20 ലക്ഷം എന്ന ഒരു കണക്ക് ഒരിക്കൽ കമ്മീഷൻ തന്നെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പെട്ടെന്നത് 25 ലക്ഷമായി ഉയർന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കണമെന്ന് രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ട്. തിരികെ ലഭിക്കാത്ത 25 ലക്ഷം ഫോമുകളിൽ 6,44,547 ഫോമുകൾ മരണപ്പെട്ടവരുടേത് ആണോ എന്ന സംശയം CPI-യും പ്രകടിപ്പിച്ചു. മരിച്ചവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് ലീഗും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരട് പട്ടിക പ്രസിദ്ധീകരിക്കും മുൻപ് എന്യൂമറേഷൻ ഫോം തിരികെ കിട്ടാത്തവരെ കണ്ടെത്താൻ വീണ്ടും ശ്രമം നടത്തണമെന്നും പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവരുടെ പട്ടിക ബൂത്ത് അടിസ്ഥാനത്തിൽ BLO-മാർക്ക് ഇന്ന് തന്നെ കൈമാറണം. വിവരങ്ങൾ അസംബ്ലി അടിസ്ഥാനത്തിലും ലഭ്യമാക്കണം എന്നീ ആവശ്യങ്ങളും പാർട്ടിക്കാർ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ചെയ്യാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. മരിച്ചവരുടെ വിവരങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ചതാണ് എന്നും കമ്മീഷൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകിയവരെയെല്ലാം കരട് പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 25 ലക്ഷത്തിൽ അധികം ആളുകൾ പുറത്തു പോകുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഏതൊരാളിലും ആശങ്ക രൂപപ്പെടുക സ്വാഭാവികമാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം ആശങ്കകൾ ഒഴിവാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചിട്ടുമുണ്ട്. ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി നാം പൂരിപ്പിച്ച് സമർപ്പിച്ച ഫോമുകൾ BLO ഡിജിറ്റൈസ് ചെയ്ത് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാകും. ഡിജിറ്റൈസ് ചെയ്തതായി വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നാണ് അർത്ഥം. ഇത്തരത്തിൽ പൂരിപ്പിച്ച് സമർപ്പിച്ച ഫോമുകൾ പരിശോധിക്കുന്നതും ഏറെ ലളിതമാണ്. ഇതിനായി voters.eci.gov.in എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് കയറിയ ശേഷം ഇതെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. സംശയമുള്ളവർക്ക് ആ വീഡിയോ എടുത്ത് കാണാവുന്നതുമാണ്. അതിൻ്റെ ലിങ്ക് ചുവടെ കൊടുക്കാം.